ഹലോ, ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. ഒരു മസാല ഒന്നും ചേർക്കാത്ത സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി. 3 ഗ്ലാസ് അരി നന്നായി കഴുകി ഒരു അരമണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കണം. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം. കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ വെള്ളം തിളച്ച് വരുമ്പോൾ അരിയിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ചീരകം ഒക്കെ ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഒരു വിസിലിന് തന്നെ നമുക്ക് അരി പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ നെയ്യാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സവോള, 2 മീഡിയം സൈസ് സവോള ചെറുതായി നുറുക്കിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്, അത് നമ്മുടെ ഇഷ്ടത്തിന് എത്ര അണിച്ചാൽ ചേർക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1-2 പച്ചമുളക്, എരിവ് അധികം ആവണ്ട. നമ്മളിപ്പോൾ ഒരു പച്ചമുളകാണ് എടുത്തേക്കണത്, എരിവ് കൂടുതലുള്ളതാണ്. അതൊന്ന് നന്നായി മൂപ്പിച്ച് വരുമ്പോൾ അതിലേക്ക് വെജിറ്റബിൾസ് ഏതാണോ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ഞാൻ ഉപയോഗിച്ചത് ക്യാരറ്റും ഗ്രീൻ പീസുമാണ്, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് അതിലത്തെ വെള്ളമയം വറ്റി വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാത്തും നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് തന്നെ ഉപ്പ് ഈ സമയത്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പ് നീരാണ് തളിച്ച് കൊടുക്കുക, ഉപ്പ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കരുത്. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി സവോളയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡിയാണ്. നല്ലൊരു സലാഡും ഒരു നാരങ്ങാച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരെ ബൈ.